എന്നാലും അച്ഛനും അമ്മയും എന്തിനാണാവോ ദേവുവിനെ പറഞ്ഞയച്ചേ? അവള് പറയുന്നത് പോലെ അവളെ രണ്ടാനമ്മ അവളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലോ? അച്ഛനും അമ്മയും ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ആരും കേൾക്കുന്നുമില്ലല്ലോ. ചിഞ്ചു, മോളെ ചിഞ്ചു. എന്താ അമ്മ? മോളെ മിന്നു, ചിഞ്ചു എവിടെ? അവളെ പോയി വിളിച്ചേ. ദേ അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ദേവു ഇപ്പൊ എന്ത് ചെയ്യുവാണാവോ? എനിക്ക് അവളെ കുറിച്ച് ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല. ചിഞ്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? സാധാരണ നീ രാത്രി ഇങ്ങോട്ട് ഒറ്റയ്ക്കൊന്നും വരാറില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി. എന്താ കാര്യം എന്നോട് പറ. ആ, എനിക്ക് മനസ്സിലായി, ദേവു പോയതുകൊണ്ടാവുമല്ലേ? ദേവു അതിന് പോയതല്ലല്ലോ, നിങ്ങളെല്ലാരും കൂടി അവളെ പറഞ്ഞയച്ചതല്ലേ. അത് ശരി, നീ എന്ത് മണ്ടത്തരമായി പറയുന്നേ? അവൾ അച്ഛനും അമ്മയും അല്ലേ വന്നേ? അവര് വന്ന് വിളിക്കുമ്പോ പിന്നെ അവളെ പറഞ്ഞയക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ അത് അവളെ അമ്മയല്ലല്ലോ, അവളെ രണ്ടാനമ്മയല്ലേ. അവര് രണ്ടാനമ്മയാണെന്ന് തോന്നത്തേ ഇല്ല. അവർക്ക് അവളോട് എന്തൊരു സ്നേഹമാ, നീ കണ്ടില്ലേ? ഞാൻ കണ്ടതൊക്കെ തന്നെയാ, പക്ഷെ എന്നാലും എനിക്കെന്തോ. ദേവു എന്നോട് പറഞ്ഞല്ലോ രണ്ടാനമ്മ അവൾ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടെന്ന്. പിന്നെ അവൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ? മാത്രമല്ല അവളെ അച്ഛൻ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ. അത്രയും സൗകര്യമുള്ള വീട്ടിൽ നിന്ന് അവൾ എന്തിനാ നമ്മളെ വീട്ടിലോട്ട് വന്നേ? അവൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവൾ ഇങ്ങോട്ട് വരുമോ? നീ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ യാതൊരു തെളിവും ഇല്ലല്ലോ. അച്ഛനും അമ്മയും നമ്മൾ പറഞ്ഞത് കേൾക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നേ. എങ്ങനെയാ ഒന്ന് അറിയാ അവളുടെ അവസ്ഥ? ഏതായാലും നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്, നാളെ രാവിലെ ആവട്ടെ. എനിക്ക് വേണ്ട. ദേ ചിഞ്ചു, നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ, അമ്മയ്ക്ക് ദേഷ്യം വരും. അല്ലെങ്കിലേ അമ്മ ഇപ്പൊ ദേഷ്യത്തിലായിരിക്കുന്നേ. വേഗം വാ, എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. പാവം ദേവു, അവളിപ്പോ എന്തെടുക്കുവാണാവോ? എങ്ങനെയാ അവളെ അടുത്തോട്ടൊന്ന് പോവുക? അയ്യോ, ഇടി വെട്ടുന്നുണ്ട്. ദേ ചിഞ്ചു, ആ മഴ നനയാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. ഞാൻ വരുവാ അമ്മേ. ഇന്ന മോളെ ഭക്ഷണം കഴിക്കേ. എനിക്കൊന്നും വേണ്ട. എന്തിനാ ചിഞ്ചു ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അമ്മ നിന്നെ എന്ത് ചെയ്തിട്ടാ നീ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അമ്മയ്ക്ക് അച്ഛനോട് ഒന്നും പറയായിരുന്നില്ലേ ദേവുവിനെ കൊണ്ടുപോകാൻ സമ്മതിക്കണ്ടാന്ന്? എന്റെ പൊന്നു ചിഞ്ചു, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നേ? ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. നീ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്ക്. ഈ കൊച്ചിന്റെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നാളെ നോക്കാന്ന്. നാളെ നീ സ്കൂളിൽ പോകുന്നില്ലേ? ആ ഉണ്ട്. അപ്പൊ നീ ദേവു സ്കൂളിലേക്ക് വരുമ്പോ അവളോട് ചോദിച്ചു നോക്ക്, എങ്ങനെയാ രണ്ടാനമ്മയുടെ പെരുമാറ്റം എന്നൊക്കെ. ആ, അത് ചേച്ചി പറഞ്ഞത് നല്ലൊരു ഐഡിയ. ഏതായാലും നാളെ ആവട്ടെ, അപ്പൊ കാണാലോ. ആ, അത് തന്നെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞേ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാന്ന്. ശരി ചേച്ചി. എന്നാലേ ചേച്ചിയുടെ മോള് വേഗം ഭക്ഷണം കഴിച്ചിട്ടേ വേഗം കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. അതെന്തിനാ? അത് ശരി, എക്സാമിന് നിനക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇനി മുതലേ നിന്നെ ട്യൂഷൻ എടുക്കുന്നതേ ഞാനാ. രാവിലെ 5 മണിക്ക് എണീറ്റോണം, കേട്ടല്ലോ. ഇതിനേക്കാളും നല്ലത് കിടക്കാതിരിക്കുന്നതല്ലേ. ആ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്നാലും ദേവു ഇപ്പൊ എന്തെടുക്കുവാണാവോ? ചേച്ചി, കിച്ചാപ്പി നീ എവിടെയായിരുന്നു? ചേച്ചി എവിടെയായിരുന്നു ചേച്ചി? ചേച്ചി എന്നെ ഇട്ട് പോയില്ലേ? ഞാനിവിടെ എന്തോരം കഷ്ടപ്പെട്ടെന്നാ. ചേച്ചി എന്തിനാ എന്നെ ഇട്ട് പോയേ? എന്റെ നിവർത്തിക്കേടോണ്ടല്ലേ മോനെ ഞാൻ പോയത്. ആ സ്ത്രീയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവര് കാരണല്ലേ നമ്മുടെ അമ്മക്ക് ഈ ഗതി വന്നേ. എന്നെ സ്കൂളിലോട്ടൊന്നും പോവാൻ സമ്മതിക്കില്ല. അപ്പൊ നീ സ്കൂളിലോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ലേ? ഇല്ല. അച്ഛനെ കാണുമ്പോ അവർ എന്നോട് എന്തോ ഒരു സ്നേഹത്തിലാ പെരുമാറാറ്. അച്ഛൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് നല്ലോണം ദേഷ്യപ്പെടും, ചീത്തയും പറയും. നമ്മുടെ ഈ അവസ്ഥ ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാ? ദേവു, ദേവു. ചേച്ചി, അവര് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ, ഇനി എന്ത് പറഞ്ഞു ഉപദ്രവിക്കാനാണാവോ? ഓഹോ, രണ്ടുപേരെന്താ ഇവിടെ ഇരിക്കണോ? അത് പിന്നെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഓ, പിന്നെ നീ പഠിച്ചവരെ ഡോക്ടറാവാനുള്ളതല്ലേ. മര്യാദക്ക് വേഗം വന്നോ, അവിടെ കുറെ പാത്രം കിടപ്പുണ്ട് കഴുകാൻ. അയ്യോ, എനിക്ക് നാളെ എക്സാം ഉള്ളതാ. നീ ഒരു പരീക്ഷയ്ക്കും പോകുന്നില്ല, സ്കൂളിലോട്ട് നീ പോയാലല്ലേ. പിന്നെ നിന്നെ ആരാ സ്കൂളിലോട്ട് വിടുന്നേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഓ, ആരടി നിന്റെ അമ്മ? ഇനി മേലെ നീ എന്നെ അമ്മ എന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്തിനാ ചേച്ചിനെ എപ്പോഴും വഴക്ക് പറയുന്നേ? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആയോടാ ചെറുക്ക? നീ ഇവളെ കണ്ടിട്ടാണോ ഈ കിടന്ന് കാറുന്നേ? ദേ, എന്റെ ചേച്ചിനെ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടാ? നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, അവനെ ഒന്നും ചെയ്യല്ലേ. ആ നിക്കടി പെണ്ണ എവിടുന്ന്? ഈ ഞാനൂല് പോലെ ഇരിക്കുന്ന ഇവന്റെ വായിന്ന് വരുന്നത് കണ്ടില്ലേ? ചെറിയമ്മ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ ഉപദ്രവിക്കുമേടി, ഇനിയും നിങ്ങളെ ഉപദ്രവിക്കും. നീയൊക്കെ എന്താ വിചാരിച്ചേ? നിന്നെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചു വരുത്തിയത് ഇവിടെ രാജകുമാരിയെ പോലെ വാഴിക്കാനാണെന്നോ? എന്റെ അച്ഛനുണ്ടല്ലോ ആ മണ്ടൻ, അങ്ങേർക്ക് ഇതൊന്നും അറിയില്ല. രണ്ടുപേരും നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, കേട്ടല്ലോ. രണ്ടിനെ ഇവിടെ കണ്ടുപോകരുത്, അല്ലെങ്കിൽ ദേ നിങ്ങളെ അമ്മയുടെ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും. നീ ഒരു പ്രാവശ്യം കൂടി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്, കേട്ടല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നാളെ രാവിലെ വരെ സമയം തരും. അതിന് മുന്നേ ഇവിടെ നിന്ന് പൊക്കോണം. പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞാൽ അറിയാലോ. ഇവളുമാരെയൊക്കെ തീറ്റിപ്പറ്റാൻ എനിക്കെന്താ വട്ടാണോ? ചേച്ചി, ഞാൻ അവക്കിട്ട് 2 കൊടുക്കട്ടെ? വേണ്ട കിച്ചാപ്പി, അവരെ നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ. അവര് കാരണം നമുക്ക് ഈ ഗതി വന്നേ. നമ്മുടെ അമ്മയെ അവര് എന്ത് ചെയ്തതാ ചേച്ചി? അതൊന്നുമില്ല, അതൊക്കെ വൈകാതെ അറിയും. നമുക്ക് അച്ഛനോട് പോയി പറഞ്ഞാലോ? വേണ്ട കിച്ചാപ്പി, അച്ഛൻ എങ്ങാനും അറിഞ്ഞാൽ അവര് നമ്മുടെ അമ്മയെ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്ന വിവരം അച്ഛൻ അറിയില്ല. നമ്മുടെ വിധി ഇങ്ങനെ ആയിരിക്കും കിച്ചാപ്പി. എന്ത് ചെയ്യാനാ? നീ സമാധാനിക്ക്, എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. എല്ലാം ശരിയാവും, നീ വിഷമിക്കല്ലേ. ആമി, വേഗം വാ, ദേവു വന്നിട്ടുണ്ടാവും. ദേവു വന്നിട്ടില്ലല്ലോ. അവളെന്തേ വരാഞ്ഞു? ആമി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവക്ക് എന്തോ അവിടെ പ്രശ്നമുണ്ടെന്ന്. നീ പറഞ്ഞത് ശരിയാ, അതുകൊണ്ടായിരിക്കും അവള് വരാഞ്ഞേ. അച്ഛനോട് അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു അവളെ പറഞ്ഞയക്കണ്ടാന്ന്. അത് ശരിയാ, അവളെ പറഞ്ഞയക്കണ്ടായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക? എനിക്കറിയില്ല. നമുക്ക് അവിടെ വരെ പോയാലോ? എന്താ രണ്ടാളും കൂടി ഒറ്റക്കൊരു ചർച്ച? ഒന്നുമില്ല. എന്താ കാര്യം പറഞ്ഞു? അത് പിന്നെ ദേവു
ദേവ് ഇവിടെ? അവൾ നിന്റെ വീട്ടിലല്ലായിരുന്നോ? അവൾ എന്തെന്തേ വരാഞ്ഞു? അവളെ അച്ഛനും അമ്മയും കൊണ്ടുപോയി. അച്ഛനും അമ്മയോ? അവൾ ഇതുവരെ പറഞ്ഞിരുന്നത് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്നാണല്ലോ. അത് ശരിയാണല്ലോ, ഓക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞിന്റെ? അവക്ക് അച്ഛനുണ്ട്, പിന്നെ രണ്ടാനമ്മയാ. അവരെന്തിനാ അവളെ കൊണ്ടുപോയേ? അത് പിന്നെ അവളെ വീട്ടിൽ നിന്ന് കാണാതായതെന്നാ പറഞ്ഞേ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾ ആ വീട്ടിലോട്ട് പോകാനേ കൂട്ടാക്കുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ അവൾ പോയേ. രണ്ടാനമ്മ അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെയാ അവൾ എന്നോട് പറഞ്ഞിരുന്നേ. അത് ശരി, എന്നിട്ട് എന്തിനാ അവളെ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞയച്ചേ? അത് പിന്നെ എനിക്കപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കാരണം അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എനിക്കറിയാം. നീ കരയല്ലേ ചിഞ്ചു, നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യൂ. നീ ഇപ്പൊ എന്താ ഒരു വഴി? നമുക്ക് അവളെ വീട് വരെ ഒന്ന് പോയാലോ? ആമി പറഞ്ഞത് ശരിയാ, നമുക്ക് എല്ലാവരും കൂടി അവളെ പേരേക്ക് പോയോക്കാം. അവളവിടെ ഉണ്ടോന്ന് അറിയാലോ. നീ കരച്ചിൽ നിർത്തി ചിഞ്ചു. അവളെന്തായാലും ആ വീട്ടിൽ കാണുമല്ലോ, നമുക്ക് അവിടേക്ക് പോയോക്കാം. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഇപ്പൊ എങ്ങനെ പോവാ? ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനല്ലേ പറ്റുള്ളൂ. അതുവരെ ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് മിസ്സിനോട് പറഞ്ഞാലോ? മിസ്സിനോട് പറഞ്ഞാൽ അവളെ വീട്ടിലോട്ട് വിളിക്കും. അത് അവളെ രണ്ടാനമ്മ എങ്ങനെ അറിഞ്ഞാലോ? അവര് ചിലപ്പോൾ ഒരു പ്രശ്നക്കാരി ആണെങ്കിലോ? അപ്പൊ അവളെ ഉപദ്രവിക്കില്ലേ? അത് ചിഞ്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട, നമുക്ക് പോയി നോക്കാം. അവളെ പേര് എവിടെ ആർക്കെങ്കിലും അറിയോ? ദേവ് പറഞ്ഞ ചെറിയൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. എന്നാ വേഗം വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. ആ പിങ്കിയും ഗ്യാങ്ങും വരുന്നതിന് മുമ്പ് വേഗം ഓടിക്കോ. അത് ശരിയാ, ഒരു വന്നാ പിന്നെ നമുക്കിട്ട് പണിയേക്കും. ചിഞ്ചു, നിനക്ക് വഴി മാറിയിട്ടൊന്നുമില്ലല്ലോ, കുറെ നേരമായി നടക്കുന്നു. എന്റെ ഒരു ഓർമ്മ വെച്ച് ഇതിലൂടെ തന്നെയാന്നാ തോന്നുന്നേ. നടന്ന് എവിടെ എത്താനാവ ലാസ്റ്റ്? മിണ്ടാതെ നടക്കെല്ലാരും. ഈ സ്ട്രീറ്റ് കഴിഞ്ഞിട്ടാണ് അവള് എന്നോട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. ഇജിപ്പോ ഈ നേരത്തെ കുളിച്ചാൻ പോവാ? അല്ലെങ്കിൽ എനിക്കൊരു കാര്യത്തിലാകുമ്പോ യാതൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. എന്റെ പൊട്ടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. ഈ നേരത്തെ അല്ലാണ്ട് ഒരു പഴഞ്ചൊല്ല് പറയലേ? ഒന്ന് പോടാ അവിടുന്ന്. ഇവനെയും കൊണ്ട് പോരാത്തതിന് നല്ലത്. ചേച്ചി, നമ്മളിന്ന് ഇവിടുന്ന് പോവേണ്ടി വരുമോ? ഇന്നലെ പറയുന്നത് കേട്ടില്ലേ, നമ്മളോട് ഇവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കാത്തതാ നല്ലത്. ഡി ദേവു, എന്താടി നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? നേരം പുലരുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ രണ്ടിനോട് ഞാൻ പറഞ്ഞതല്ലേ. അതിന് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്കറിയണ്ട. മര്യാദക്ക് രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. രണ്ടുപേരും ഇവിടെ നിന്ന് മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ തള്ളി പറഞ്ഞയക്കണോ? വേണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. നോക്കിക്കോ, നിങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ നിങ്ങളോട് ഈശ്വരൻ ചോദിക്കും. അപ്പൊ പിന്നെ അങ്ങർക്ക് ഇതാണല്ലോ വലിയ പണി. ഒന്ന് പോടാ ചെറുക്ക, നടക്ക് കിച്ചാപ്പി. അങ്ങനെ ആ രണ്ട് ശല്യങ്ങളും ഒഴിഞ്ഞു കിട്ടി. ഇനി ഈ സ്വത്ത് മുഴുവൻ എനിക്കും എന്റെ മകൾക്കും സ്വന്തം. ആ മണ്ടൻ ഇതൊന്നും അറിയില്ല. ഇനി ഞാനാണ് ഇവിടുത്തെ രാജ്ഞി. ദീപേ, നീ എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെ ചേട്ടാ, ഞാൻ വെറുതെയോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? അത് പിന്നെ ഞാൻ അവിടെ മീൻകാരനോ? നീ എന്തൊക്കെയാ പിച്ചും വേയി പറയുന്നേ? അതൊക്കെ പോട്ടെ, എവിടെ മക്കളെവിടെ? മോള് ഉറങ്ങാ. അത് ശരി, ദേവും കിച്ചാപ്പി എവിടെ? എന്താ ദീപേ, എന്തിനാ നീ കരയുന്നേ? ഞാനിത് എങ്ങനെയാ ചേട്ടനോട് പറയുക? എനിക്കിത് പറയാൻ കഴിയില്ല. നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ എന്താ കാര്യം പറ. അവര് രണ്ടാളും ഇവിടുന്ന് പോയി. ആര് രണ്ടാളും? നീ ആരുടെ കാര്യ പറയുന്നേ? ദേവും കിച്ചാപ്പിയും. ദേവും കിച്ചാപ്പി ഇവിടുന്ന് പോവേ? എന്തിനെ? അവർക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്, അവരിവിടെ നിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ദേവു അങ്ങനെ പറഞ്ഞോ? അവൾ അങ്ങനെ പറയില്ലല്ലോ. അത് ശരി, അപ്പൊ ചേട്ടൻ എന്നെ വിശ്വാസം ഇല്ലാലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ദേവു, അവൾ എന്തിനാ ഇവിടുന്ന് പോയേ? കിച്ചാപ്പിയും ദേവു കൂടെ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും അവരെ അന്വേഷിച്ച് വരണ്ടെന്നാ പറഞ്ഞേ. പിന്നെ അവരെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട്. അയ്യോ, ഞാനത് എങ്ങനെയാ ചേട്ടനോട് പറയുന്നേ? എനിക്കത് പറയാൻ കഴിയില്ല. എന്താ അവര് പറഞ്ഞേ? അവർക്ക് രണ്ടാൾക്കും ചേട്ടനെ തീരെ ഇഷ്ടമല്ലാന്ന്. അച്ഛനെ ഞങ്ങൾക്കിനി കാണണ്ടെന്ന് അവരെന്നോട് പറഞ്ഞേ. എന്റെ മക്കൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ദീപേ. എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. ദാ ചേട്ടൻ, ഞാൻ ഇപ്പൊ വരാം. മണ്ടൻ, ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. എന്നാലും ദേവു അവൾ അങ്ങനെ പറയില്ലല്ലോ. അവൾക്ക് ഞാനെന്ന് വെച്ച ജീവനാ. അവരെ രണ്ടുപേരെയും ഞാൻ എങ്ങനെ സ്നേഹിച്ചതാ. പിന്നെ എന്തു പറ്റി? പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ പോയി ആ ഡോറൊന്ന് തുറന്നു കൊടുത്തേക്ക്. ശരി ചേട്ടാ. നിങ്ങളൊക്കെ ഏതാ പിള്ളേരെ? ഞങ്ങൾ ദേവുവിനെ അന്വേഷിച്ച് വന്നതാ. ദേവുവിനെയോ? ഏത് ദേവുവിനെ? ഇത് ദേവുവിന്റെ വീടല്ലേ? ഇതൊരു ദേവുവിന്റെ വീടല്ല, നിങ്ങൾക്ക് വീട് മാറിയതായിരിക്കും. ഇത് ദേവുവിന്റെ പെരയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ വെറുതെ നോണ വരാൻ നിൽക്കണ്ട. ഞങ്ങൾ ആ പേര് ചോദിച്ചല്ലോ, അപ്പൊ ഒരു പറഞ്ഞല്ലോ ഇതാണ് അവളെ പെരാന്ന്. പിള്ളേരെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, വേഗം പൊക്കോ. ദേവ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അതെ, നിങ്ങൾ അവളെ എന്ത് ചെയ്തു? മര്യാദക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അവളെ ഞാനങ്ങ് തട്ടി. എന്തേടാ? ആ ദേവും അവളെ അനിയനും കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വയ്യ. അവളെ അനിയനെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കി. എന്തേ? ഈ മേലാൽ അവളെ അന്വേഷിച്ചിങ്ങോട്ട് വരണ്ട. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ അവളെ എവിടെയാന്ന് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇത് വല്ല കഷ്ടായില്ലോ. ഒന്ന് ഇറങ്ങിപ്പോ പിള്ളേരെ, പോ ഇവിടുന്ന് പോ. പിടിച്ച് തള്ളാതെ. നിങ്ങളോടല്ലേ ഞാൻ പോവാൻ പറഞ്ഞു. ഈ മേലാൽ അവരുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒരു ദേവു. ദീപേ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ചേട്ടാ? നീ എന്തൊക്കെയാ പിള്ളേരോട് പറഞ്ഞേ? നീ കാരണമാണോ എന്റെ മക്കൾ ഇവിടെ നിന്ന് പോയേ? അയ്യോ ചേട്ടാ, ഞാനതാ പിള്ളേരോട് വെറുതെ പറഞ്ഞതല്ലേ. അവരെ വെറുതെ പൈസക്ക് വേണ്ടി വന്നതാ. ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ശരി, ഞാൻ കുറച്ചു നേരം ഒന്ന് പോയി കിടക്കട്ടെ. എന്നെ ശല്യം ചെയ്യരുത്. ഇയാൾ എപ്പോഴേ പിറകിൽ വന്ന് നിന്നേ? ഇവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഇനി ഇതിനുള്ള വഴി ഒന്നേ ഉള്ളൂ.
അവൾ പറയുന്നത് സത്യമാണെന്ന് അറിയാൻ ഒരു വഴിയുണ്ട്. ഈ CCTV ഫുട്ടേജ് നോക്കിയാൽ എല്ലാ സത്യവും അറിയാൻ പറ്റും. അവളെങ്ങാനും കള്ളം പറയുകയാണെങ്കിൽ ഞാൻ അവളെ ഈ പാഠം പഠിപ്പിക്കും. ഈ ഫുട്ടേജസ് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അയ്യോ, അവനെ ഒന്നും ചെയ്യല്ലേ. ആ നിക്കടി പെണ്ണ ഇവിടുന്ന്. ഈ ഞാനൂല് പോലെ ഇരിക്കുന്ന ഇവന്റെ വായിന്ന് വരുന്നത് കണ്ടില്ലേ? ചെറിയ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ ഉപദ്രവിക്കുവേണ്ടി എന്താ വിചാരിച്ച്? നിന്നെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചു വരുത്തിയത് രാജകുമാരിയെ പോലെ വായിക്കാനാണ്. വിട്ടുപോയത്. എന്നാലും എന്റെ അച്ഛനുണ്ടല്ലോ ആ മണ്ടൻ, അങ്ങേർക്ക് അമ്മയാണല്ലോ. അപ്പൊ അവൾ ഇത്രയും കാലം എന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നു. എന്റെ ഭാര്യയുടെ മരണത്തിനും കാരണക്കാരി അവൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. എന്റെ മാത്രം ആവശ്യമല്ല, എന്റെ മക്കളെയും കൂടി ആവശ്യമാണ്. ഇവളുടെ ഈ പ്രവൃത്തികൾക്ക് കാരണം എന്റെ മക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പാവം ദേവു ഈ വീട് വിട്ടിറങ്ങിയതും അതുകൊണ്ടായിരിക്കും. എന്റെ ദൈവം, എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരെ ഞാനിനി എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ മക്കൾ ഇപ്പോൾ എവിടെയാണാവോ? തൽക്കാലം ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് ദീപ അറിയാത്തതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവൾ എന്റെ മക്കൾക്കെതിരെ വീണ്ടും എന്തെങ്കിലും നീക്കം ചെയ്യും. ദീപേ, ദീപേ. എന്താ ചേട്ടാ? കേട്ടിനെന്താ ഒരു ക്ഷീണം പോലെ? വെള്ളം വേണോ? ഞാൻ നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ? അവക്കിനി ആ ജ്യൂസിൽ എനിക്കും വിഷം കലക്കി തരാനാവും. കള്ളി. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. നമുക്ക് ദേവുവിനെയും കിച്ചാപ്പിയെയും അന്വേഷിച്ചു പോയാലോ? എന്തിനാ ചേട്ടാ അതിലേക്ക് ആവശ്യം? അവർ നമ്മളെ വിട്ടു പോയതല്ലേ. ഇനിയും അവരെ അന്വേഷിച്ച് ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെങ്ങനെയാ? അവരുടെ അമ്മയുടെ സ്വഭാവം തന്നെയല്ലേ അവക്കും. അതെങ്ങനെ ശരിയാവുന്നേ? അവരും എന്റെ മക്കളല്ലേ. എന്റെ ചേട്ടാ, അവര് നിങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് മതി നിർത്ത്. നീ തൽക്കാലം പൊക്കോ. ഇവളുടെ ഒരു കള്ളക്കരച്ചിൽ. എത്രയും പെട്ടെന്ന് തന്നെ മക്കളെ അന്വേഷിച്ചിറങ്ങേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ദേവുനെ എവിടെ പോയി അന്വേഷിക്കാനാ? അവളെ രണ്ടാനമ്മ എന്ന് പറയുന്ന അവരെ സംസാരം കേട്ടാലേ അറിയാം, വെറുതെ കള്ളം പറയാന്ന്. അത് ശരിയാ, എനിക്കും തോന്നി. ശരിയാ, നമ്മൾ അവരോട് അവളെ കുറിച്ച് ചോദിച്ചപ്പോഴേ അവര് കിടന്ന് പരിങ്ങുന്ന കണ്ടില്ലേ? ഇക്കോളെ മോന്തരിക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നി. അവര് ദേവുനെയും കിച്ചാപ്പിയെയും അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. പക്ഷെ അവളെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. നമ്മളിനി അങ്കിളിനെ എങ്ങനെയാ അത് അറിയിക്കുന്നേ? അത് ശരിയാ, അതിനിപ്പോ എന്താ ഒരു വഴി? എന്താ മക്കളെ, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി വലിയ ചർച്ചയിലാണല്ലോ. അത് പിന്നെ അങ്കിൾ. എന്താ വിഷ്ണു, കാര്യം പറ. അത് പിന്നെ അച്ഛാ, ഞങ്ങള് ദേവുവിന്റെ വീട്ടിൽ പോയിരുന്നു. ദേവുവിന്റെ വീട്ടിൽ പോയിരുന്നോ? ഞാൻ നിങ്ങളോട് പറയാനിരിക്കായിരുന്നു, നമുക്കൊന്ന് നാളെ പോയി വന്നാലോന്ന്. എന്നിട്ട് അവളെ എങ്ങനെ സുഖമായിരിക്കുന്നോ? അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛാ. അത് ശരി, അവളെ ഇവിടെ പുറത്തു പോയിരുന്നോ? അവൾ അവിടെ നിന്ന് അവളെ രണ്ടാനമ്മ ഇറക്കിയിട്ടതെന്നാ തോന്നുന്നേ. ഇറക്കി വിട്ടുന്നു? നിങ്ങൾ എന്തൊക്കെയാ മണ്ടത്തരായി പറയുന്നത്? ഞങ്ങൾ പറയുന്നത് സത്യമാങ്കിളെ. ശരിയാ, അവര് ഞങ്ങളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇനി അവരെ അന്വേഷിച്ച് വരരുതെന്നാ പറഞ്ഞേ. അതെന്തിനെ? ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ, ആ സ്ത്രീ ദുഷ്ടയാന്ന്. അവര് ദേവുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നമുക്ക് അവരെ അന്വേഷിച്ചിറങ്ങാം. ശരി അങ്കിൾ, എന്നാ നമുക്ക് വേഗം പോകാം. അച്ഛാ, സ്പീഡിൽ വിട്ടോ, അവരെവിടെയെങ്കിലും എത്തും. നീ ടെൻഷൻ അടിക്കാതെ ചിഞ്ചു, നമുക്ക് അവരെ കണ്ടുപിടിക്കാം. അച്ഛനില്ലേ കൂടെ? അങ്കിൾ, ആ റോഡിലൂടെ ഒന്ന് പോയി നോക്കിയാലോ? നോക്കാം. ഇവിടെയൊന്നും അവരെ കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ, ഇത്ര ദൂരം ഒന്നും നടന്നു പോവാൻ അവളെ കൊണ്ട് കഴിയില്ല. അത് ശരി, നമ്മൾ ഒരുപാട് ദൂരം പോകുന്നില്ലേ? ഇത്ര ദൂരം ഒന്നും നടന്നു വരാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ അവരെവിടെ പോയതായിരിക്കും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവളെ വീട്ടിൽ ഒന്നുകൂടെ പോയി നോക്കണോ? അത് വേണ്ട, അവിടെ പോയാൽ ആ സ്ത്രീ നമ്മൾ അവരെ അന്വേഷിക്കുന്ന വിവരം അറിയും. അങ്കിൾ പറഞ്ഞത് ശരിയാ, അപ്പോൾ അവരെ അന്വേഷിച്ചിറങ്ങിയിട്ട് അവരെന്തെങ്കിലും ചെയ്യും. ദേവു അവളുടെ ബന്ധുക്കളെ പറ്റിയെങ്ങാനും നിങ്ങളോട് പറഞ്ഞിരുന്നു? അവൾക്ക് അധികം ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. അച്ഛാ. എന്താ ചിഞ്ചു, എന്താ? പിന്നെ അവളെ അമ്മ ഒരു മെന്റൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇനി അങ്ങോട്ടെങ്ങാനും പോയി കാണോ? അതെവിടെയാണ്? കൊച്ചി ആ ഭാഗത്താണെന്നാ തോന്നുന്നേ. എന്റെ ദൈവമേ, അവിടേക്കൊന്നും അവർ ഒറ്റയ്ക്ക് പോകുമോ? അത് ശരിയാ, ബസ്സിന് പോവാൻ അവരെ കയ്യിൽ പൈസ കാണുമോ? ചിലപ്പോ അവർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? എന്നാ നമുക്ക് ആ റൂട്ട് ഒന്ന് പിടിച്ചു നോക്കാം. എല്ലാവരും വേഗം വണ്ടി കയറി. നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നല്ലോണം നോക്കിക്കോ, ചിലപ്പോൾ അവരെ എവിടെയെങ്കിലൊക്കെ കാണും. ശരി അങ്കിൾ. എന്റെ ഈശ്വര, ഇനി എന്റെ മക്കളെ ഞാൻ എവിടെ പോയി തരയാനാ? ഇത്ര നേരമായി ഞാൻ കിടന്ന് അലയുന്നു. എന്റെ ദൈവമേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എന്റെ മക്കളെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ എത്തിക്ക്. ഞാനെന്തൊരു പാപിയാണ് ദൈവമേ. എന്റെ മക്കളോട് ഞാൻ ചെയ്ത ഉപദ്രവം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. എന്റെ ലക്ഷ്മി എന്നെ വിട്ടുപോയ അന്ന് മുതൽ തുടങ്ങിയതാ ഇതൊക്കെ. എന്റെ മക്കളെ കൂടി എനിക്ക് നഷ്ടപ്പെട്ട ഞാനിനി ജീവിച്ചിരിക്കില്ല. ചേട്ടാ, ഇഞ്ചു, ഈ മക്കൾ ഇത് എവിടെ പോയി? ചിലപ്പോ കളിക്കാൻ ഇറങ്ങിയതാവും. എന്നാൽ എന്നോട് പറയാതെ പോയോ? ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, ആരാണാവോ? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? മാം, ഞങ്ങൾ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ കാര്യം? മിസ്സിസ് ലക്ഷ്മിയുടെ വീടാണോ ഇത്? ലക്ഷ്മിയോ? അതാരാ? അങ്ങനെ ഒരു റിലേറ്റീവ് ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് നമ്പർ മാറിപ്പോയായിരിക്കും മാഡം. നമ്പർ മാറിയതൊന്നുമല്ല മാഡം, ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ ആണ്. മിസ്റ്റർ ബാലൻ ആൻഡ് മിനി. ബാലൻ എന്റെ ഹസ്ബൻഡാണ്, എന്റെ പേരാണ് മിനി. അതെ മാഡം, ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ ആണ്. പക്ഷേ ഈ ലക്ഷ്മി ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അവർക്ക് 2 കുട്ടികളുണ്ട്, ദേവു ആൻഡ് കിച്ചാപ്പി എന്നാണ് ആ കുട്ടികളുടെ പേര്. ആ കുട്ടികളാണ് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ദേവുവും കിച്ചാപ്പിയോ? അവരെ എനിക്കറിയാം. അവരെ അമ്മയാണോ ലക്ഷ്മി? അതെ മാഡം, അവരിവിടെ 5 വർഷത്തോളമായി. ഇപ്പോൾ അവർക്ക് കുറച്ച് മാറ്റമൊക്കെയുണ്ട്. അവരവരുടെ മക്കളെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി, ഏതായാലും ഞാൻ പെട്ടെന്ന് തന്നെ അവരെ വിവരം അറിയിക്കാം. ശരി മാഡം, നിങ്ങൾ ഇന്ന് തന്നെ അവരെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അത് ഞങ്ങൾ ഏറ്റു. ഓക്കെ, താങ്ക് യു മാഡം. അയ്യോ, ഈ വിവരം വേഗം ചേട്ടനെ വിളിച്ച് പറയട്ടെ. ഹലോ. എന്താ മിനി? അതെ ചേട്ടാ, ഒരു സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. വേഗം കാര്യം പറ, ഞാൻ കുറച്ച് തിരക്കില്ല. അത്യാവശ്യമുള്ള വല്ല കാര്യമാണെങ്കിൽ വേഗം പറ. നമ്മുടെ ദേവു ഇല്ലേ, അവരെ അമ്മ അവിടെ സെന്റ് മേരീസ് ഹോസ്പിറ്റലുണ്ടത്രേ. ദേവുവിന്റെ അമ്മയോ? അതിന് അവര് എങ്ങനെ? എന്ത്, ദേവുവിന്റെ അമ്മയോ? ഇന്ന മോളെ ഫോൺ നീ സംസാരിക്കേ. ഹലോ അമ്മ, ദേവുവിന്റെ അമ്മ എങ്ങനെ? അമ്മയ്ക്ക് വിളിച്ചു. അതെ മോളെ, അവരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അവര് മെന്റൽ ഹോസ്പിറ്റലായിരുന്നത്രേ.
അതവളെ എന്നോട് പറഞ്ഞിരുന്നു. അമ്മ ശരിക്കും കേട്ടത് തന്നെയാണോ? പിന്നെന്താ എനിക്കെന്താ ചെവി കേൾക്കത്തില്ലേ? ഇവരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതെയോ? ദേവുവിന് ഇത് കേട്ട ഒരുപാട് സന്തോഷമാകും. എന്നാ മോള് വേഗം അവളോട് വിളിച്ച് പറ. പക്ഷെ അമ്മ, ഒരു പ്രശ്നമുണ്ട്. അവളിപ്പോ ഞങ്ങൾ കൂടെ ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടി അവളെ അന്വേഷിച്ചിറങ്ങിയതാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം. അച്ഛനും ഞങ്ങൾ കൂടെ ഉണ്ട്. ശരി മോളെ. പാവം ദേവു, അവൾ അമ്മയുടെ അസുഖം മാറുന്നതിന് വേണ്ടി അവൾ എത്ര കാലമാണ് കാത്തിരുന്നേ. നീ ഇപ്പൊ അവളെ കണ്ടു കിട്ടണം. എങ്കിൽ അവിടെ നിന്ന് നിർത്തിക്കേ. അവിടെ കിച്ചാപ്പിയെ പോലെ ഒരു കുട്ടിയെ കണ്ട പോലെ തോന്നി. നിക്ക് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ മോനെ. അടുത്ത് ആരോ ഉണ്ടല്ലോ, അത് അവരുടെ അച്ഛനാ. എന്റെ പൊന്നു മക്കളെ, അച്ഛനെ നിങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. എന്നാലും എന്റെ മക്കൾ എന്തിനാ എന്നെ ഇട്ട് പോയേ? സോറി അച്ഛാ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ വീട് വിട്ടിറങ്ങാൻ കാരണം അവള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നിങ്ങൾ ഇനി ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഈ അച്ഛന്റെ കൂടെ ഇനി അന്തസ്സായി ജീവിക്കും. പാവം എന്റെ ലക്ഷ്മി, അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്താ സംബന്ധമാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ശരിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കൂ. അങ്കിൾ പറയുന്നത് ശരിയാ അച്ഛാ. എന്തൊക്കെയാ മോളെ വിളിച്ച് പറയുന്നേ? നമ്മുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് അവളിവിടെ? അമ്മയ്ക്ക് അന്നത്തെ ആക്സിഡന്റിൽ തലയ്ക്ക് നന്നായിട്ട് പരിക്കേറ്റിരുന്നു. അങ്ങനെ ആരെയും ഓർമ്മയില്ലാതായി. അമ്മയെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതായിരുന്നു. പക്ഷേ അച്ഛനോട് വിവരം പറഞ്ഞ രണ്ടാനമ്മ ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. ഓ, അവൾ ഇത്രയ്ക്കൊരു ദുഷ്ടയായ സ്ത്രീയായിരുന്നോ? ഞാനിത് അറിഞ്ഞിരുന്നില്ല. ഏതായാലും എനിക്ക് എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും തിരിച്ചു കിട്ടിയല്ലോ. ആ ദുഷ്ടയ്ക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. നമുക്ക് അമ്മയെയും കൂട്ടി അവളുടെ അടുത്തേക്ക് പോകണം. ശരി അച്ഛാ. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ബാലൻ. എന്റെ മക്കളെ നിങ്ങളല്ലേ നോക്കിയിരുന്നേ. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. അല്ലെങ്കിൽ എന്റെ മക്കളുടെ ഗതി എന്തായേനെ? ഓ, ഇതിനൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. പരസ്പരം സഹായിക്കാതെ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? എന്നെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. നീ അധികം വൈകിക്കണ്ട. നമുക്ക് ദേവുവിന്റെ അമ്മയെ കാണാൻ പോവാം. ശരി മക്കളെ. പറയൂ സർ. റൂം നമ്പർ 302. സെക്കൻഡ് ഫ്ലോറിലാണ് സർ. ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ പേഷ്യന്റിന്റെ ആരാണ്? ലക്ഷ്മി. ഇദ്ദേഹം അവരുടെ ഹസ്ബൻഡാണ്. ഓ അതെയോ? അവര് കുറച്ച് ദിവസമായി മക്കളെയും ഹസ്ബൻഡിനെയൊക്കെ കാണണമെന്ന് പറയുന്നു. ഇപ്പോ ലക്ഷ്മിയുടെ അവസ്ഥ എന്താണ് ഡോക്ടർ? ഇപ്പൊ ഇവര് കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹേയ് ലക്ഷ്മി, വേക്ക് അപ്പ്. ഞാനിത് എവിടെയാണ്? ഇത് ആരൊക്കെയാ ലക്ഷ്മിയെ കാണാൻ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവരൊക്കെ ആരാ? ലക്ഷ്മി, നീ എന്നെ മറന്നോ? അമ്മ, ഇത് ഞാനാ, കിച്ചാപ്പി. അമ്മേ, ഞാൻ ദേവുവാ. എന്റെ മക്കളെ, നിങ്ങളൊക്കെ വന്നോ? നമ്മുടെ മക്കൾക്കൊക്കെ സുഖാണോ ചേട്ടാ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നൗ ഷീസ് ഓൾ റൈറ്റ്. അല്ലേ ലക്ഷ്മി? ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. നന്ദി ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. ഓ ഓക്കെ. ലക്ഷ്മി, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാൻ അങ്ങോട്ടില്ല ചേട്ടാ. നീ എന്തുകൊണ്ട് അങ്ങോട്ട് വരാത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. ശരി ചേട്ടാ. എന്താ മമ്മി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ. ഇനി ഈ കൊട്ടാരത്തിന്റെ അവകാശം നമുക്ക് രണ്ടുപേർക്കും മോളെ. ആ പീറ പിള്ളേരെ ഞാൻ ഇവിടെ നിന്ന് തട്ടി. ശരിക്കും? അതെ മോളെ, നീ എന്താ ഈ മമ്മിയെ കുറിച്ച് വിചാരിച്ചേ? മമ്മിയുടെ ബുദ്ധി വിമാനം തന്നെ. മമ്മി, ആരും വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അവരായിരിക്കും. വാ നടക്ക്. ഇവരോ? ചേട്ടാ, ലക്ഷ്മി എവിടെ നിന്ന് വന്നു? ലക്ഷ്മി എവിടെന്നാ വന്നേന്ന് നിനക്ക് അറിയില്ലല്ലേടി? ഇത്രയും കാലം എന്നെ ചതിക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ദുഷ്ടേ. അയ്യോ, ചേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നിന്റെ അഭിനയൊക്കെ എനിക്ക് നിന്റെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ കാരണമാടി എനിക്ക് എന്റെ മക്കളെയും ഭാര്യയെയും നഷ്ടപ്പെട്ടത്. ദൈവമാ എനിക്ക് ഇവരെ തിരിച്ചു തന്നെ. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ അങ്ങനെയാണല്ലേ? അതേടി, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാവത്തിനായിട്ട് എത്ര കാലമാണ് നരകിപ്പിച്ചേ. നീ നിനക്ക് ഇവിടെ നിന്ന് പോകാം. ആഹാ, അങ്ങനെ അങ്ങ് പോകാൻ വന്നവളല്ല ഈ ദീപ. നിങ്ങളും കുടുംബം മൊത്തം കോളം തോണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇവിടെ നിന്നതെന്നോ? ഈ സ്വത്ത് മുഴുവൻ എഴുതിയെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. അത് ശരി. അതിനുവേണ്ടി നീ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കുള്ളതേ എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പിറകിലുണ്ട്. നിനക്ക് വേണ്ടതൊക്കെ അതെ ഇനി ഇവര് തരും. അയ്യോ ചേട്ടാ, ഇവരോട് പറ എന്നെ കൊണ്ടുപോകരുതെന്ന്. നീ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ നീ അനുഭവിച്ചു തീരൂ. ഇനി ബാക്കിയുള്ള കാലം നിനക്ക് ജയിലിൽ കഴിയാം. അയ്യോ ചേട്ടാ, എന്നെ പറഞ്ഞേക്കല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. വേഗം വണ്ടിയിലോട്ട് കയറ്. നടക്ക്. അയ്യോ, എന്റെ മോള്. അവള് നിന്റെ മോളല്ല, എന്റെ മോളാ. അവളെ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഞാനിത് ആവർത്തിക്കില്ല. മര്യാദക്ക് ഇവരെ കൂടെ പോകുന്നതാ നിനക്ക് നല്ലത്. നിങ്ങൾക്ക് വേഗം ജീപ്പിൽ കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും. കണ്ടോടി, നിന്റെ മോള് പോലും നിന്നെ പിന്തുണക്കുന്നില്ല. നീ എന്തൊരു സ്ത്രീയാ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുടുക്കിയല്ലേ. ഈ ദീപ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നടക്കപ്പെടുന്നില്ലേ? അതിന് നിന്നെ ജയിലിൽ നിന്നും വിട്ടിട്ട് വേണ്ടേ? അപ്പോ മക്കളെ ഐശ്വര്യമായിട്ട് ഇനി അമ്മയെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് കയറിക്കേ. ഇനി എന്റെ മക്കൾക്ക് എങ്ങോട്ടും പോകണ്ട. നാളെ മുതൽ സ്കൂളിലോട്ടും പോക്ക് തുടങ്ങാം.